ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അലീന നെടുമ്പുരക്കൽ വീട്ടിൽ നിന്ന് പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ സ്റ്റാൻലി അതായത് അലീനയുടെ ഫാദറിനെ കണ്ടുപിടിക്കുകയും അവിടേക്ക് അലീനയെ കൊണ്ടുചെന്ന് ആക്കാം, സുരക്ഷിതമായ ഒരിടത്തേക്ക് അലീനയെ മാറ്റാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് സ്റ്റാൻലിനെ കണ്ടുപിടിക്കുന്നതും അവിടേക്ക് അലീനയെ കൊണ്ടുവരുന്ന അയാളോട് പറയുന്നതും അലീനയെ നെടുമ്പുരക്കൽ വീട്ടിൽ നിന്ന് അവിടെ കൊണ്ട് ചെന്നാക്കുന്നതും ബാലചന്ദ്രനാണ് കേട്ടോ. അങ്ങനെ അലീന പോയതിനു ശേഷം നെടുമ്പുരക്കൽ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് വൈജയന്തി. വിജയശ്രീ ലാളിതയായിട്ടാണ് തിരിച്ചെത്തുന്നത്. താൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു. ബാലചന്ദ്രനും തന്റെ മക്കളും തന്നോട് തോൽവി സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ താൻ വിജയിച്ചു എന്നൊരു ആഹ്ലാദത്തോടെ തന്നെയാണ് വൈജയന്തി നെടുമ്പുരക്കൽ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് കേട്ടോ. പക്ഷെ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ വൈജയന്തി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും കേട്ടോ വൈജയന്തിക്ക് അവിടെ കാണേണ്ടതും നേരിടേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെന്ന് ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബും ചെയ്യണം. അങ്ങനെ നെടുമ്പുരക്കൽ വീട്ടിലേക്ക് വൈജയന്തിയുടെ കാറ് പാഞ്ഞെത്തുകയാണ് കേട്ടോ. അതിൽ വളരെ ആഹ്ലാദിച്ചിട്ടാണ് വൈജയന്തി ഇരിക്കുക കേട്ടോ. കാരണം താൻ എങ്ങനെയാണ് തല താഴ്ത്തി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, എന്തുദ്ദേശിച്ചാണോ താൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, അതെല്ലാം സാധിച്ച ഒരു ആഹ്ലാദത്തിൽ, വിജയ ആഹ്ലാദത്തിലാണ് വൈജയന്തി ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അതിലൂടെ വൈജയന്തി ഒരു കാര്യം കൂടി സാധിച്ചെടുക്കുകയാണ് കേട്ടോ. ഗംഗാധരനെയും ശിവേട്ടനെയും കൂടി കൂട്ടിയിട്ടായിരിക്കും വൈജയന്തി നെടുമ്പുരക്കൽ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. കാരണം തന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു പോയത് ഇവര് രണ്ടുപേരുമാണ്. അപ്പൊ അവരുടെ അതേ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കണം തനിക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു കയറേണ്ടിയിരിക്കുന്നതും എന്ന് വൈജയന്തി ഉറച്ചു തീരുമാനിച്ചിരുന്നു. അങ്ങനെ അവരെല്ലാം വിളിച്ച് അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവരെയും തന്റെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് ബാലചന്ദ്രനെ അത് ബോധ്യപ്പെടുത്താൻ കൂടി വൈജയന്തി തീരുമാനിച്ചിരുന്നു കേട്ടോ. വൈജയന്തി എങ്ങനെയാണോ ഇതിനു മുന്നേ അലീന വരുന്നതിന് മുന്നേ ഏകാധിപതിയായിട്ട് നെടുമ്പുരക്കൽ വീട്ടിൽ ജീവിച്ചിരുന്നത്, അതേ പ്രതാപത്തോടെയും വൈജയന്തിക്ക് തിരിച്ചും ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയും അവിടെ ജീവിക്കുകയും ചെയ്യണമായിരുന്നു. അപ്പൊ അതിനുള്ള തീരുമാനങ്ങൾ കൂടി ബാലചന്ദ്രനെ കൊണ്ട് ഇടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗംഗാധരനെയും ശിവേട്ടനും വൈജയന്തി കൂടെ കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ കുറെ ഗൂഢാലോചനകൾ അല്ലെങ്കിൽ ഗൂഢമായിട്ടുള്ള താല്പര്യങ്ങളോടെ കൂടി തന്നെയാണ് വൈജയന്തി ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് കേട്ടോ. ഏറെ സന്തോഷവതിയായിട്ട് തന്റെ ശത്രുവായിട്ടുള്ള അലീന ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോയിരിക്കുന്നു എന്നുള്ള സന്തോഷത്തോടു കൂടി വൈജയന്തി നെടുമ്പുരക്കൽ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങിയതും ചവിട്ടിപ്പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ നിന്നൊരു ശബ്ദം വൈജയൻ ഞെട്ടിച്ചോണ്ടാണ് പുറത്തേക്ക് വരുന്നത് കേട്ടോ. ചവിട്ടി പോരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ വൈജു തല പൊന്തിച്ചു നോക്കുന്നുണ്ട്. എല്ലാവരും രണ്ടുപേരും ഗംഗാധരനും ശിവേട്ടനും കൂടി നോക്കുമ്പോൾ അത് വൈജു ഒരിക്കലും അവരാരും പ്രതീക്ഷിക്കുന്ന ഒരാളായിരിക്കില്ല കേട്ടോ, ബബിതയായിരിക്കും. അമ്മ പടി കയറി പോവരുത്. അമ്മ എന്ത് അവകാശത്തോടെയാണ് ഈ പടി കയറി വന്നത്? ഇനി ഇങ്ങോട്ട് കയറി വരില്ല എന്ന് പറഞ്ഞിരുന്ന ആളെ ഇപ്പൊ വരേണ്ട ആവശ്യമില്ല. എന്തിനാ ഇങ്ങോട്ട് വന്നത്? അലീന ചേച്ചി പോയി എന്നുള്ള സന്തോഷത്തോടെ ആയിരിക്കുമല്ലോ ഇങ്ങോട്ട് വന്നത്. അമ്മയ്ക്ക് എങ്ങനെ വരാൻ തോന്നി? അമ്മ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആ പാവം ഈ വീട്ടിൽ നിന്ന് പോയത്. അമ്മയ്ക്ക് വേണ്ടി ഇത്രയ്ക്ക് സാക്രിഫൈസ് ഒക്കെ ചെയ്യുന്ന ആ ചേച്ചീനെ ഇനി അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഞങ്ങളെയൊക്കെ വിഷമിപ്പിച്ചുകൊണ്ട്, അച്ഛനെ വിഷമിപ്പിച്ചുകൊണ്ട് അലീന ചേച്ചീനെ ഇവിടുന്ന് പറഞ്ഞയപ്പിച്ചിട്ട് വിജയശ്രീ ലാളിതായിട്ട് ഈ വീട്ടിലേക്ക് കയറി ചെല്ലാം. പഴയ രീതിയിൽ അമ്മയ്ക്ക് ഇവിടെ ജീവിക്കാൻ വിചാരിച്ചിട്ടാണ് അമ്മ വരുന്നതെങ്കിൽ വേണ്ട, ഞങ്ങൾ ആരും അതിന് സമ്മതിക്കില്ല. അലീന ചേച്ചി ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ താമസിക്കാമെന്ന് സമ്മതിച്ചാൽ മാത്രം അമ്മ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ മതി. അല്ലെങ്കിൽ അമ്മ ഈ നെടുമ്പുരക്കൽ വീട്ടിലേക്ക് വരണ്ട, ഞങ്ങൾക്ക് ആർക്കും അമ്മേനെ ആവശ്യമില്ല എന്ന് തീർത്ത് ബബിത പറയുന്നുണ്ട് കേട്ടോ. അത് ഒരിക്കലും വൈജയന്തി പ്രതീക്ഷിച്ചതായിരുന്നില്ല കേട്ടോ. ബബിതയുടെ പിന്നിൽ നിൽക്കുന്ന രോഹിത്തിന്റെയും കൃഷ്ണമോളുടെയും സ്റ്റാൻഡ് അത് തന്നെ ആയിരുന്നു കേട്ടോ. ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ ബബിതയുടെ പ്രവൃത്തി നോക്കി നിൽക്കുകയേ ചെയ്തുള്ളൂ. കാരണം ബാലചന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രവൃത്തിയായിരുന്നു ബബിതയുടെ പക്കൽ നിന്നുണ്ടായത്. അങ്ങനെ ബബിത പറയുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ നീ പറയുന്നത്? അങ്കിൾ ഒന്നും മിണ്ടണ്ട. നിങ്ങൾക്ക് രണ്ടുപേർക്കും സത്യങ്ങൾ അറിയായിരുന്നല്ലോ. അലീന ചേച്ചി ആരാന്നും എന്താന്നും അറിയായിരുന്നല്ലോ. അമ്മയോട് അതൊന്നും പറയാതിരുന്നത് നിങ്ങളുടെ തെറ്റാണ്. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പലതും മറച്ചു വെച്ചു. ഞങ്ങളുടെ അച്ഛനെ ചതിച്ചു. അതെല്ലാം അറിഞ്ഞിട്ടും ഇനി അമ്മേനെ ഇവിടെ കയറ്റി താമസിപ്പിക്കണമെന്നാണോ അങ്കിള് പറയുന്നത്? നടക്കില്ല അങ്കിളെ. ഞങ്ങളൊന്നും ഇത് ഇത്ര കാലം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തവളെ പോലെ, ഒരു തെറ്റും ചെയ്യാത്തവളെ പോലെ അമ്മ ഇത്രയും കാലം ഈ വീട്ടിൽ വിലസായിരുന്നില്ലേ? എത്ര പ്രാവശ്യം അച്ഛനെ പലതും പറഞ്ഞ് അമ്മ വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചിരിക്കുന്നു. അപ്പോഴും അമ്മയുടെ ഭാഗത്തുള്ള തെറ്റുകൾ അമ്മ മറച്ചു വെക്കുകയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്?
അങ്ങനെ ബബിത പറഞ്ഞു തുടങ്ങുമായിരുന്നു കേട്ടോ. എല്ലാവരുടെയും വായടപ്പിക്കുന്ന വർത്തമാനമായിരുന്നു കേട്ടോ ബബിതയുടെ പക്കൽ നിന്ന് വരുന്നത്. ബബിത എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഒരു എത്തുംപിടിയും കിട്ടാത്ത പോലെ ആയിരുന്നു കേട്ടോ വൈജയുടെ നൃത്തം. പല കാര്യങ്ങളും വൈജയ്ക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി ആയിട്ടായിരുന്നു കേട്ടോ. താൻ പലതും ചെയ്തു വെച്ച തെറ്റുകൾ, തന്റെ തെറ്റ് മറച്ചു വെച്ച് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ് എന്നൊക്കെ പറയുമ്പോൾ താൻ ചെയ്ത തെറ്റുകള് തന്റെ മകള് മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊരു ചിന്ത വൈജയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ മോളെ ഈ പറയുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത് എന്ന് വായിച്ചു ചോദിക്കുമ്പോ അമ്മയ്ക്കൊന്നും അറിയില്ല. അല്ലെങ്കിലും അമ്മയ്ക്കൊന്നും അറിയില്ലല്ലോ. അമ്മയ്ക്ക് അമ്മയുടെ ഭാഗം മാത്രം ക്ലിയർ ആവണം. ബാക്കിയുള്ളവർ അമ്മയുടെ പ്രവൃത്തി കാരണം വേദനിക്കുന്നുണ്ടോ, ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ ഒന്നും അമ്മയ്ക്ക് അറിയേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് അമ്മയുടെ ഭാഗം മാത്രം ക്ലിയർ ആയാൽ മതി. അതുപോലെ തന്നെയല്ലേ ഇത്രയും കാലം അമ്മ ജീവിച്ചിരുന്നത്. പരസ്പരം എങ്ങനെ സ്നേഹിച്ച് ജീവിക്കണം, സഹോദരങ്ങളെ എങ്ങനെ സ്നേഹിക്കണം, അച്ഛനും അമ്മേനെ എങ്ങനെ സ്നേഹിക്കണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് വേദനിക്കുന്നുണ്ടോ, വേദന ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങിയതും അലീന ചേച്ചി വന്നതിന് ശേഷമാണ്. അലീന ചേച്ചിയുടെ സ്നേഹം കണ്ടിട്ടാ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ കൂടി തുടങ്ങിയത്. അതൊന്നും ഞങ്ങൾക്ക് ഇന്നേ വരെ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് കിട്ടിയിട്ടില്ല. അമ്മയുടെ അടുത്ത് ഞങ്ങൾ കണ്ടതും പഠിച്ചതും വെറും അഹങ്കാരവും ദേഷ്യവും മാത്രമായിരുന്നു. അത് പഠിച്ച അതേപോലെ ആയിരുന്നു ഞങ്ങൾ ഇത്ര കാലം ജീവിച്ചിരുന്നത്. അലീന ചേച്ചിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അത് ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരുപാട് അലീന ചേച്ചീനെ സ്നേഹിച്ചു. പക്ഷെ അച്ഛന്റെ മകളല്ല അലീന ചേച്ചി എന്ന് അറിഞ്ഞ നിമിഷം ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഹാഫ് സിസ്റ്ററായി ഞങ്ങൾ ആ ചേച്ചീനെ പൊന്നു പോലെ സ്നേഹിക്കുമായിരുന്നു. അച്ഛൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ അമ്മ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അലീന ചേച്ചി അച്ഛന്റെ മകളാണെന്ന് പറഞ്ഞപ്പോ ആ പിഴച്ചു വെച്ച സന്തതി എന്ന് വരെ അലീന ചേച്ചിനെ അമ്മ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അലീന ചേച്ചി എന്തൊക്കെ പറഞ്ഞ് അവഗണിച്ചിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞ് കുത്തി നോവിച്ചിട്ടുണ്ട്, ഇറക്കി വിട്ടിട്ടുണ്ട്. ഞാനും ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊക്കെ നമുക്ക് വേണ്ടി നല്ലത് മാത്രമേ അലീന ചേച്ചി ചെയ്തിട്ടുള്ളൂ. അതൊന്നും അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ടും ആ പാവം ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എങ്ങനെയെങ്കിലും അമ്മ തിരിച്ചു വന്നോട്ടെ, ഈ കുടുംബം ചിന്ന ഭിന്നായി പോവരുത്, ഞങ്ങൾ നന്നായി ജീവിക്കണം, അച്ഛൻ നന്നായി ജീവിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ അതൊന്നും നടക്കില്ല. കാരണം അച്ഛൻ നന്നായി ജീവിക്കണമെങ്കിൽ അച്ഛന്റെ മനസ്സമാധാനം കിട്ടണം. അമ്മയുടെ കൂടെ ജീവിച്ച അച്ഛൻ ഒരു കാലത്ത് മനസ്സമാധാനം കിട്ടില്ല. ബബി മതി, നീ എവിടേക്ക് കാട് കയറി പറഞ്ഞു പോകുന്നത്? ഇങ്ങനെയൊക്കെ പറയണമെന്ന് അവള് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങളോട് എന്ന് വൈജ പറഞ്ഞു തരുന്നത് മുന്നേ വൈജയ്ക്ക് മറുപടിയായി രോഹിത് എത്തുന്നുണ്ടായിരുന്നു കേട്ടോ. മതി അമ്മേ, അമ്മ ഏത് നേരം ഇതിനൊക്കെ അലിന ചേച്ചീനെ പറയുന്നത്? പാവം ഇറങ്ങിപ്പോയില്ലേ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഇനിയെങ്കിലും അതിന് ദ്രോഹിക്കാതിരുന്നൂടെ വാക്കുകൾ കൊണ്ടെങ്കിലും. ഓ, എല്ലാവരും ഇപ്പോഴും അവളുടെ പക്ഷത്താണല്ലേ. എനിക്കറിയായിരുന്നു. ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ട് തന്നെ ഞാൻ വന്നിരുന്നത്. ഇവിടെ എന്തൊക്കെ പിച്ചുവയ്യാ പറയുന്നത്? ഞാൻ ബാലചന്ദ്രനെ ചതിച്ചു, അതാണ് ഇതാണ് എന്തൊക്കെയാ പറയുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് ആരാ പറഞ്ഞു തന്നത്? ആ പിഴച്ചുകളോ, ആ പിഴച്ചു വെച്ച സന്തതിയോ? അവളെ കുറിച്ച് ഇനി ഒരു വാക്കും പറയണ്ട. അവള് കാരണമാണ് നമ്മുടെ കുടുംബം ഇങ്ങനെ ആയിപ്പോയത്. നിനക്ക് ജയിലിൽ പോവേണ്ടി വന്നതും ഈ കുടുംബം ഇങ്ങനെ ആവേണ്ടി വന്നതും എനിക്ക് ആക്സിഡന്റ് പറ്റിയതും ഒക്കെ നശിച്ചവള് കാരണം. അവള് പോയി കിട്ടിയല്ലോ എന്ന് സമാധാനിക്കാതെ അവളുടെ പുരാണം പറഞ്ഞുകൊണ്ട് അവളെ പൊക്കി പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിലേക്ക് ആരും വരേണ്ട. എങ്കിൽ അമ്മ ഇറങ്ങിപ്പോയിക്കോ. അമ്മയോട് ആരും ഇങ്ങോട്ട് വരാൻ നിർബന്ധം പിടിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു അലിനി ചേച്ചി ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാം, അലിനി ചേച്ചിയുടെ കൂടെ താമസിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമാണ് ഇവിടെ താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അമ്മയുടെ കാല് പിടിച്ചതല്ലേ കൈതക്കൽ വീട്ടിൽ വന്നിട്ട്. അപ്പൊ അമ്മ തിരിഞ്ഞു നോക്കിയോ? അപ്പോഴും അമ്മയ്ക്ക് വാശി അലിനി ചേച്ചി പോയേ മതിയാവൂ. എന്നിട്ട് ആ പാവം ഇറങ്ങി തന്നില്ലേ. ഇനിയും അതിനെ ഇങ്ങനെ ദ്രോഹിക്കണോ? ഒന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നു. അമ്മയ്ക്ക് ഒരു ദ്രോഹം അലിനി ചേച്ചി ചെയ്തിട്ടില്ലല്ലോ, നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ. അതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി വിവരം അമ്മയ്ക്ക് ഇല്ലാതായി പോയി. ഓ, എനിക്കാണെന്ന് ഇപ്പൊ ബുദ്ധി വിവരം ഇല്ലാത്തത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അവളുണ്ടല്ലോ. എല്ലാവരുടെയും തലയിൽ വിഷം നിറച്ചു വെച്ചിരിക്കുക അവള്. വൈജി മതി, നീ എങ്ങോട്ടാ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്? അതല്ല ഗംഗേട്ടാ, മതി മതി എന്നല്ലേ പറഞ്ഞത്? അമ്മ പറഞ്ഞോട്ടെ അങ്കിള് ഒന്നും പറയാൻ നിൽക്കണ്ട. അമ്മ പറഞ്ഞോട്ടെ, അമ്മ പറയുന്നത് വരെ അമ്മ പറഞ്ഞോട്ടെ. അമ്മ പറഞ്ഞതിന് ശേഷം അമ്മയ്ക്കുള്ള മറുപടി ഞങ്ങൾ 3 പേരും കൊടുത്തോളാം. എല്ലാം അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിൽക്കുന്നത്. അലിന ചേച്ചി ആരാണെന്നും എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അമ്മയോട് സംസാരിക്കാൻ ഞങ്ങൾ 3 തയ്യാറായി നിൽക്കുന്നത്. അലിന ചേച്ചി ഈ പടി ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾ 3 പേരുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചു എന്ന് അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഞങ്ങളുടെ സ്വന്തം സഹോദരിയാണ് ഈ പടി ഇറങ്ങി പോയത്. അത് ഒരിക്കലും ആർക്കും സഹായിക്കാൻ പറ്റില്ല. ഞങ്ങളെ 3 പേരെയും അത്രത്തോളം ആ ചേച്ചി സ്നേഹിച്ചിരുന്നു. ഞങ്ങളെ എത്രമാത്രം നന്നായി നോക്കിയിരുന്നു അറിയൂ. ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നു. എന്നിട്ടാണ് ഈ പടി ഇറങ്ങി പോയത്. കരഞ്ഞുകൊണ്ടാണ് അലീന ചേച്ചി ഈ പടി ഇറങ്ങി പോയത്. ഞങ്ങൾക്ക് മാത്രമല്ല, അച്ഛനുണ്ട് വിഷമം. സ്വന്തം അച്ഛനല്ലാഞ്ഞിട്ട് പോലും അലീന ചേച്ചിയുടെ അച്ഛനായിട്ട് അലീന ചേച്ചിനെ എത്രമാത്രം അദ്ദേഹം സ്നേഹിച്ചിരുന്നു അറിയൂ. അതൊന്നും അമ്മയ്ക്ക് മനസ്സിലാവില്ല. അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലാവുക?
അമ്മ പറയട്ടെ, അമ്മയ്ക്ക് പറയാനുള്ളതൊക്കെ അമ്മ പറയട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളും പറയും. അത് കേട്ടപ്പോ തന്നെ രോഹിത്തിന്റെ ആ വർത്തമാനം കേട്ടപ്പോ തന്നെ ഗംഗാധരനും ശിവനും കാര്യം മനസ്സിലാവുന്നുണ്ട്. കാരണം മക്കൾക്ക് 3 പേർക്കും അലീന ആരാണെന്നുള്ള സത്യം മനസ്സിലായിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനിയും ഈ വഴക്ക് നീണ്ടുപോയി കഴിഞ്ഞാൽ അവര് തന്നെ വൈജിയോട് സത്യങ്ങൾ പറയും. അലീന ആരായിരുന്നു എന്നുള്ള സത്യങ്ങൾ അവര് തന്നെ വെട്ടിത്തുറന്ന് പറയും എന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്ന് 3 പേർക്ക് മനസ്സിലാവുന്നുണ്ട്. ബാലചന്ദ്രൻ ഒന്നും പറയുന്നില്ല കേട്ടോ. ബാലചന്ദ്രൻ എല്ലാം കേട്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ. കാരണം തന്റെ മക്കൾക്ക് താൻ നിരപരാധി ആണെന്നും തനിക്ക് അനുഭവിക്കേണ്ടി വന്ന വഞ്ചനയുടെയും ചതിയുടെയും കഥകളൊക്കെ മക്കൾക്ക് മനസ്സിലായപ്പോ തന്റെ പക്ഷത്ത് നിൽക്കാൻ തന്റെ 3 മക്കളും ഉണ്ടെന്ന് ബാലചന്ദ്രന് മനസ്സിലാവും. അലീനയെ പറഞ്ഞയച്ചതിന് അവര് കണക്ക് ചോദിക്കട്ടെ എന്ന് തന്നെ ബാലചന്ദ്രന് തീരുമാനിച്ച് ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കായിരുന്നു. അവര് പറയുന്നത് നോക്കി നിൽക്കായിരുന്നു. ആ പൂമുഖത്ത് ആ സിറ്റ് ഔട്ടില് അവര് സംസാരിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു. 3 മക്കളും വൈജിക്ക് കണക്കിന് മറുപടികൾ നൽകുന്നുണ്ട് കേട്ടോ. ഗംഗാധരനും ശിവേട്ടനും ഒക്കെ ആശ്വസിപ്പിക്കാനും ഇടയ്ക്ക് കയറി സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവർക്കും കുറിക്കുള്ളുന്ന മറുപടികൾ 3 പേരും നൽകുന്നുണ്ട്. അങ്ങനെ വാക്ക് തർക്കം മുറുകിക്കൊണ്ടിരിക്കാനുണ്ട്. അപ്പൊ വൈജ പറയുന്നുണ്ട്, ഈ വീട്ടില് വരണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. അലീനയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അവിടെ പോയി താമസിച്ചോളൂ, എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഡിവോഴ്സ് മാത്രം തന്നു മതി. അത് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞതായിരുന്നല്ലോ. അപ്പൊ അതൊന്നും നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടല്ലേ? അമ്മയ്ക്ക് എന്ത് കാരണത്തിനാണ് ഡിവോഴ്സ് തരേണ്ടത്? അലീന ചേച്ചി ഈ വീട്ടിലുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്താ കുഴപ്പം? അമ്മയ്ക്ക് അലീന ചേച്ചിനെ ഒരു മകളായിട്ട് സ്നേഹിച്ചൂടെ? അതെന്താ അമ്മയ്ക്ക് പറ്റാത്തത്? ഞങ്ങളെല്ലാം ഞങ്ങളുടെ സഹോദരിയായിട്ടും അച്ഛന്റെ മകളല്ലാഞ്ഞിട്ട് പോലും അച്ഛൻ സ്വന്തം മകളായിട്ടും അലീന ചേച്ചിനെ സ്നേഹിച്ചല്ലോ. അമ്മയ്ക്ക് മാത്രം എന്താ അത് പറ്റാത്തത്? എനിക്ക് പറ്റില്ല. എനിക്ക് അവളെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല. അവൾ എന്റെ മകളൊന്നല്ലല്ലോ. എന്റെ മക്കളെ മാത്രമേ ഞാൻ എന്റെ മക്കളായിട്ട് സ്നേഹിക്കൂ. അവളെ എന്റെ മകളായിട്ട് ഞാൻ അവളെ സ്നേഹിക്കണമെങ്കിൽ അവളെ എന്റെ വയറ്റിൽ ജനിക്കണം. എന്റെ രക്തത്തിൽ ജനിച്ചാൽ മാത്രമേ അവളെ എന്റെ മകളായിട്ട് ഞാൻ സ്വീകരിക്കൂ സ്നേഹിക്കുകയോ ചെയ്യുള്ളൂ. എന്നാ സ്നേഹിച്ചു തുടങ്ങിക്കോ. അമ്മയുടെ രക്തത്തിൽ തന്നെയാണ് അലീന ചേച്ചി ജനിച്ചത്. അമ്മയുടെ വയറ്റിൽ തന്നെയാണ് അലീന ചേച്ചി ജനിച്ചത്. ഇനി സ്നേഹിക്കാലോ. എന്ത് എന്താ നീ പറയുന്നത് എന്ന് ബബിതയോട് കണ്ണുരുട്ടിക്കൊണ്ട് വൈജി ചോദിക്കുകയാണ്. സത്യം, പച്ചയായ സത്യം, ഇത്രയും കാലം അമ്മ അറിയാത്ത സത്യം, ഇത്രയും കാലം ഈ അമ്മയുടെ ആങ്ങളമാരും അമ്മയുടെ വീട്ടുകാരും അമ്മയോട് മറച്ചു വെച്ച സത്യം. അലീന ചേച്ചി 23 വർഷങ്ങൾക്ക് മുമ്പ് അമ്മ പ്രസവിച്ച അമ്മയുടെ സ്വന്തം മകളാണ്. ഞങ്ങളെ തിരിച്ചറിവ് ഞങ്ങൾക്ക് ഉണ്ടായത് കുറച്ചു ദിവസത്തിന് മുന്നെയാണ്. ഇത്രയും വീരവാദങ്ങൾ മുഴക്കി ഇത്രയും പതിവ്രത ചമഞ്ഞ് നടന്നിരുന്ന അമ്മ പിഴച്ചു പ്രസവിച്ച മകളാണ് അലീന ചേച്ചി എന്നുള്ള കാര്യം അമ്മ മനസ്സിലാക്കുന്ന നിമിഷം, ആ നിമിഷം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങിയത്. അങ്ങനെ സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ച് ആ തെറ്റുകൾ തന്റെ മക്കൾ കണ്ടുപിടിക്കരുത് എന്നതുകൊണ്ടാണ് അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഞങ്ങൾ ആരും സത്യം അറിയരുതെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഈ സത്യമൊക്കെ എന്നോ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു. ആദ്യം മനസ്സിലാക്കിയത് അച്ഛനായിരുന്നു. അച്ഛൻ അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ മനുഷ്യൻ തകർന്നു പോയത്. അന്ന് തകർന്നു പോയതാണ് അച്ഛൻ. അന്നാണ് അച്ഛൻ വേണ്ടാന്ന് വെച്ചത്. 23 വർഷം തന്റെ കൂടെ നിന്നിട്ട് തന്നെ ചതിച്ച് തന്റെ ഭാര്യ അയാൾക്ക് ആവശ്യമില്ല. 23 വർഷം ഞങ്ങളുടെ കൂടെ നടന്ന് അമ്മയെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ ചതിച്ച് അമ്മ ഞങ്ങൾക്കും വേണ്ട. ചെയ്ത തെറ്റുകൾ ഏറ്റുപറയാനും പശ്ചാത്തപിക്കാനും ഒരു മനസ്സുണ്ടായാൽ മതി. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പക്ഷെ അത് ഏറ്റുപറയാൻ അമ്മയ്ക്ക് മനസ്സുണ്ടായോ? അതിനെ കുറിച്ച് എപ്പോഴെങ്കിലും എന്നെങ്കിലും അമ്മ അച്ഛനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇതുവരെയൊന്നും എത്തില്ലായിരുന്നു. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അലീന ചേച്ചിയല്ല. എല്ലാ പ്രശ്നത്തിനും കാരണം അമ്മ മാത്രമായിരുന്നു. അമ്മ മാത്രം. അമ്മ എന്നോ ചെയ്തു വെച്ച ഒരു തെറ്റിന്റെ പേരിലാണ് അമ്മ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അലീന ചേച്ചി വന്നതൊന്നും അല്ല പ്രശ്നം. അലീന ചേച്ചി വന്നതുകൊണ്ട് അതാരാന്നും എന്താന്നും ഇത്ര കാലം ആ കുട്ടി എങ്ങനെയായിരുന്നു ജീവിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റി. 23 വർഷങ്ങൾക്ക് മുന്നേ അമ്മ പ്രസവിച്ച അമ്മയുടെ സ്വന്തം മകളാണ് അലീന. അമ്മയുടെ അച്ഛനും അമ്മാവനും കൂടി ഓർഫനേജിൽ ഉപേക്ഷിച്ച മകള്. വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് അമ്മയുടെ അച്ഛൻ ഒരു ഹോം നേഴ്സ് എന്ന രീതിയിൽ അലീന ചേച്ചീനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതും പിന്നീട് ഹോം നേഴ്സ് വേലക്കാരിയായി. അമ്മയോട് എത്ര പ്രാവശ്യം അലീന ചേച്ചി പലവട്ടം പറയാതെ പറഞ്ഞിട്ടുണ്ട് സ്വന്തം മകളാണെന്ന് പോലെ. ചെയ്ത തെറ്റുകൾക്ക് അമ്മ എന്തെങ്കിലും പ്രായച്ചിത്തം ചെയ്യേണ്ടി വരും, പശ്ചാത്തപിക്കുന്ന ഒരു സമയം വരും എന്നൊക്കെ അന്നൊന്നും അമ്മയ്ക്ക് മനസ്സിലായില്ല. സ്വന്തം മകൾ കൺമുന്നിലൂടെ ഉണ്ടായിട്ട് പോലും അമ്മയ്ക്ക് മനസ്സിലായില്ല. ഇതൊക്കെ പറയുമ്പോ ബബിത വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അലീന ഞങ്ങളുടെ സ്വന്തം ചേച്ചിയായിരുന്നു എന്ന് പറയുമ്പോ ബബിത കരഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കൃഷ്ണമോളും പുറകിൽ നിന്ന് കരയുന്നുണ്ട്. വൈജിക്കാണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തൊക്കെയോ കേട്ടു, എന്തൊക്കെയോ അവിടെ ഇവിടെയും കേട്ട പോലെയാണ് കേട്ടോ. തന്റെ മകളാണ് അലീന എന്ന് അറിഞ്ഞ ആ ഒരു
വാക്ക് മാത്രമാണ് എന്നൊരു വാക്ക് മാത്രമായിരിക്കും കേട്ടോ വൈജ കേട്ടിട്ടുണ്ടാക്കിയത്. ബാക്കിയൊക്കെ വൈജയ്ക്ക് അവിടെ ഇവിടെ കേൾക്കുന്ന പോലെയാണ്. കാരണം വൈജയ്ക്ക് ഒന്നും മനസ്സിലാവാതെ വൈജ എവിടെയെങ്കിലും ഒന്ന് ഒരു പിടുത്തം കിട്ടിയെങ്കിൽ നിൽക്കാം ഇരിക്കാം എന്ന രീതിയിൽ കൈകൾ ഇങ്ങനെ പരതുന്നുണ്ട് കേട്ടോ പലയിടത്തും. പക്ഷെ എവിടെയും വൈജയ്ക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. വൈജ വീട് പോകും എന്ന സ്ഥിതി വന്നപ്പോൾ ഗംഗാധരൻ പെട്ടെന്ന് വൈജയെ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ബബിത പറഞ്ഞുകൊണ്ടേയിരിക്കാൻ കേട്ടോ, മതി മോളെ നിർത്ത്, നീ എവിടേക്ക് ഇങ്ങനെ പറയുന്നത്, നിന്റെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അതൊന്നും, നിന്റെ അമ്മ അറിഞ്ഞുകൊണ്ടല്ല ഒക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് ഗംഗാധരൻ പറയുന്നുണ്ട്. അവൾ അത് അറിഞ്ഞു കഴിഞ്ഞ എന്ന് പറയുമ്പോഴേക്കും വൈജയുടെ ബോധം പോയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് എല്ലാവരും ചേർന്ന് വൈജയനെ വേഗം റൂമിലേക്ക് മാറ്റി കിടത്തുന്നുണ്ട്. എന്നിട്ട് ഗംഗാധരൻ പുറത്തു വന്ന് പറയുന്നുണ്ട് കേട്ടോ, വൈജ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വൈജ അറിയാത്ത കുറെ സത്യങ്ങളുണ്ട്, വൈജയോട് ഞങ്ങൾ പറഞ്ഞത് ആ മകള് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നാണ്. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒരിക്കലും ആ കുട്ടീനെ അനാഥാലയത്തിൽ ഏൽപ്പിക്കില്ലായിരുന്നു. അവൾ അറിഞ്ഞിട്ടില്ല, അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഒന്നും, അവൾക്ക് പറ്റിപ്പോയൊരു തെറ്റ്, അത് മറച്ചു വെച്ചു എന്നുള്ളത് സത്യമാണ്. അവൾ ഒരിക്കലും ബാലചന്ദ്രനായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചതല്ല, ഞങ്ങൾ സമ്മതിപ്പിച്ചതാണ്. അവൾ ആ കുഞ്ഞുമായിട്ട് ജീവിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞതായിരുന്നു. ആ കുഞ്ഞു മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അവൾ ഈ വിവാഹത്തിന് നിർബന്ധിച്ചതാണ്. അങ്ങനെ വിവാഹം നടന്നത്. പലതും അവൾ മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് നിങ്ങൾ ആരും ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. നിങ്ങൾ എല്ലാവരും അവളെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അഹങ്കാരി എന്നുള്ളൊരു രൂപം അവൾ എടുത്തണിഞ്ഞതാണ്, അവൾ ചെയ്തു വെച്ച തെറ്റുകൾ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അവളൊരു പാവാണ്. അവൾ ഒരുപാട് നിങ്ങൾ ട്രിഗർ ചെയ്യുമ്പോഴാണ് അവൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും അതിനുവേണ്ടി വാശി പിടിക്കുന്നതൊക്കെ. ഇനി അവള് ശരിയായിക്കോളും. തെറ്റുകൾ എല്ലാവർക്കും പറ്റുള്ളൂ. അതുപോലെ ഒരു തെറ്റ് അവൾക്ക് പറ്റി, അത് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക, അത്രേ ഇപ്പൊ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഗംഗാധരനും ശിവേട്ടനും അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, വൈജ എണീച്ചു കഴിഞ്ഞാൽ അവൾ എന്ത് തീരുമാനം എടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ എന്ത് തീരുമാനമായാലും അത് ഞങ്ങള് ഉൾക്കൊള്ളും. ഇവിടെ നിൽക്കാനാണ് അവൾ തീരുമാനിക്കെങ്കിൽ ഇവിടെ നിന്നോട്ടെ. അതല്ല അവൾക്ക് ഇവിടെ നിങ്ങളോട് ഇനി ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങളെന്നും അറിഞ്ഞ ശേഷം ഇനി അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ വന്ന് കൊണ്ടുപോയിക്കോളാം. അവൾക്ക് എവിടെയാണ് പോവേണ്ടതെങ്കിൽ അങ്ങനെ, ഇനി ഡിവോഴ്സ് ആണ് അവൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ, എന്തിന് ഞങ്ങൾ തയ്യാറാണ്. ഇനി ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല. സത്യങ്ങളെല്ലാം അവള് മനസ്സിലാക്കി. ഇത്ര കാലം ഞങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യം അവള് മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി അവളെ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടി മാത്രമാണ് ഞങ്ങൾക്ക്. അവളുടെ ജീവിതം അവസാനിപ്പിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രമേ ഞങ്ങൾക്കിനി ചിന്തിക്കേണ്ടതുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഒരു മറുപടി നൽകുന്നില്ല കേട്ടോ. കാരണം അവൾ എന്ത് ചെയ്താലും ബാലചന്ദ്രനെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന രീതിയിലായിരിക്കും ബാലചന്ദ്രൻ നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ പറയേണ്ടത് പറഞ്ഞിട്ട് ഗംഗാധരനും ശിവേട്ടനും അവിടുന്ന് പോവുകയാണ് ചെയ്യാം. പറഞ്ഞത് കൂടിപ്പോയോ എന്നൊരു സംശയത്തിലായിരിക്കും ബബിതയും കൃഷ്ണയും രോഹിത്തും നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് പറഞ്ഞത്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ? നിങ്ങളുടെ അമ്മയോടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ ആയാലും നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അതല്ല അച്ഛ, ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമം നിങ്ങൾ അങ്ങനെ തീർത്തു. സത്യം അറിഞ്ഞപ്പോ നിങ്ങൾക്ക് ഉണ്ടായ വികാരങ്ങള് നിങ്ങളുടെ അമ്മ വന്നപ്പോ നിങ്ങൾ തീർത്തു, ശരിയാണ്. പക്ഷെ അതെല്ലാവരെയും വിളിച്ചു ചേർത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വേണ്ടിയിരുന്നത്. അലീന പോയ വിഷമാണ് തീർത്തതെങ്കിൽ അത് കുറച്ച് കൂടിപ്പോയി എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ചെയ്തത് തെറ്റാണോ, പറഞ്ഞത് കൂടിപ്പോയോ എന്നുള്ള സംശയത്തിൽ 3 പേരും സംശയിച്ച് നിൽക്കാണ് കേട്ടോ. ഇതോടെ എപ്പിസോഡ് കഴിയുന്നുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്